ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക രേഖകൾ കണ്ടെടുത്ത SIT. പോറ്റിയും പത്മകുമാറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നതിന് തെളിവുകൾ. പിടിച്ചെടുത്തവയിൽ ഭൂമി ഇടപാടുകളുടെ രേഖകളും. സ്വർണം വിറ്റ പണം നിക്ഷേപിച്ചതെവിടെയെന്ന് അന്വേഷണം. പത്മകുമാറിന്റെ മൊഴി പരിശോധിച്ച് തുടർ നടപടികൾ. ബോർഡ് യോഗങ്ങളിലെ നടപടിക്രമങ്ങൾ കർശനമാക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പത്മകുമാറിന്റെ അറസ്റ്റിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. സർക്കാരിന്റെ അറിവില്ലാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് BJP. കേന്ദ്ര ഏജൻസികൾ ഇടപെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അറസ്റ്റ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന് A. വിജയരാഘവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വൈകിട്ടോടെ പൂർത്തിയാകും. പരിശോധിക്കാനുള്ളത് 1,64,000-ലേറെ പത്രികകൾ. 1,00,000-ലേറെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക്. വിമത ശല്യത്തിന് പരിഹാരം തേടി അവസാന നിമിഷവും മുന്നണികൾ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതി പ്രളയം. ആക്ഷേപം ഉന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടർമാരെ മുഴുവനും കണ്ടെത്താൻ BLOമാർക്ക് കഴിഞ്ഞില്ല എന്ന് CPM. ആയിരങ്ങൾ പുറത്താകുമെന്ന് കോൺഗ്രസ്. ഫോം നൽകുന്ന എല്ലാവരെയും കരട് വോട്ടർ പട്ടികയിൽ കൊണ്ടുവരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കൊച്ചി കോന്തുരുത്തിയിൽ ക്രൂര കൊലപാതകം. ലൈംഗിക തൊഴിലാളിയെ തലക്കടിച്ചു കൊന്ന് ചാക്കിലാക്കി. കുറ്റം സംബന്ധിച്ച കോന്തുരുത്തി സ്വദേശി ജോർജ്. കൊലപാതകം സാമ്പത്തിക തർക്കത്തിനിടെ. ₹12 കോടിയുടെ ബമ്പർ ഭാഗ്യശാലിയെ ഇന്നറിയാം. കേരള ഭാഗ്യക്കുറി പൂജാ ബമ്പർ നറുക്കെടുപ്പ് അല്പസമയത്തിനകം. നറുക്കെടുപ്പ് തിരുവനന്തപുരം ഖോർക്കി ഭവനിൽ. തേജസ് അപകട കാരണമറിയാൻ വ്യോമസേന. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ ദുബായ് ഏവിയേഷൻ അധികൃതരുടെ സഹായം തേടി. എയർ മാർഷലിന്റെ നേതൃത്വത്തിൽ കോർട്ട് ഓഫ് എൻക്വയറി നടത്തുമെന്ന് വിവരം. ദുബായ് വ്യോമ പ്രദർശനത്തിനിടയിലെ അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ട്രംപ് മംദാനി കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകൾ. മംദാനിയെ പ്രശംസിച്ച US പ്രസിഡന്റ്. മംദാനി ന്യൂയോർക്കിന്റെ നല്ല മേയറായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മംദാനിയെ വേദനിപ്പിക്കാനല്ല സഹായിക്കാനാണ് ആഗ്രഹമെന്നും ട്രംപ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി വിവരം. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച പരിശോധന 12 മണിക്കൂറാണ് നീണ്ടത്. പത്മകുമാറിന്റെ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം കൂടുതൽ അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അതിനിടെ ബോർഡ് യോഗങ്ങളിലെ നടപടികളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് പ്രസിഡന്റ് K. ജയകുമാർ. പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു വിഷയവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടേണ്ടതില്ല എന്നാണ് ഉത്തരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ സുപ്രധാനമായ ചില രേഖകൾ കണ്ടെടുത്തതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ടാക്കുന്നതാണ് എന്നതാണ് SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇവർ തമ്മിൽ ചില ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന തുടരുന്നത്. മാത്രവുമല്ല, ഈ ശബരിമലയിൽ നിന്ന് 3 ഘട്ടങ്ങളിലായി മാറ്റിയ സ്വർണം അത് ഉരുക്കി എടുത്ത് മറിച്ച് വിറ്റതിലൂടെ ലഭിച്ച സാമ്പത്തിക ലാഭത്തിൽ നിന്നാണോ ഈ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് SIT വിശദമായി പരിശോധിക്കുന്നത്. അതോടൊപ്പമാണ് പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴിയിലെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി പരിശോധന വ്യാപിപ്പിക്കുന്ന സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വൈകാതെ തന്നെ A. പത്മകുമാറിനെയും N. വാസവനെയും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കൂടി SIT കടക്കുമെന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ 3 പേർക്കും വേണ്ടിയും ഒരുപക്ഷെ ഒരുമിച്ച് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കാം. അടുത്തയാഴ്ചയിലാണ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പത്മകുമാർ നൽകിയ മൊഴിയും ആ മൊഴിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുമടക്കം മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിടയിലാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ K. ജയകുമാർ നിലവിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ
ഉയരുന്ന പശ്ചാത്തലത്തിൽ ബോർഡിന്റെ യോഗങ്ങൾക്കടക്കം കർശനമായ നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗികമായ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ പരിഗണിക്കേണ്ട അജണ്ടയിലെ വിഷയങ്ങൾ എന്താണ് എന്ന കാര്യം നേരത്തെ തന്നെ പ്രസിഡന്റിനെ അറിയിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ അനുമതിയോടെ മാത്രമേ അത്തരം കാര്യങ്ങളിൽ ചർച്ച നടക്കാൻ പാടുള്ളൂ. അങ്ങനെ അനുമതി ലഭിക്കാത്ത വിഷയങ്ങൾ ബോർഡിന്റെ യോഗങ്ങളിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മിനിറ്റ്സ് രേഖകളിൽ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് ശേഷം ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ചർച്ചകൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകളിൽ ബോർഡ് അംഗങ്ങളുടെ അടക്കം ഉറപ്പുവരുത്തിയിരിക്കണം. അതിനുശേഷം അടുത്ത യോഗം ചേരുമ്പോൾ ആ കാര്യങ്ങൾ പരസ്യമായി തന്നെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുതുതായി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് തന്നെ ആരോപണങ്ങൾ നിറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ശുദ്ധികലശത്തിന്റെ ഭാഗമായി കടുത്ത നിലപാടിലേക്ക് പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കടന്നിരിക്കുന്നതെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊളയിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ജയകുമാറിനെ പ്രസിഡന്റാക്കി വെച്ചത് അടവ് നയമാണെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു. സംഭവിച്ചതിൽ ഒരത്ഭുതവുമില്ല. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നിരീശ്വരവാദികളുമാണ്. അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ്. അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണുണ്ടായത്. പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ഇപ്പോൾ ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടിച്ചപ്പോൾ രക്ഷപ്പെട്ടത്. അവിടുത്തെ ഒരു നടപടികളും സ്വീകരിക്കാതെ മുന്നൊരുക്കവും നടത്താതെയാണ് അദ്ദേഹത്തിനെ വെച്ചത്. അപ്പോൾ അതൊരു അടവ് നയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം കുഴപ്പമൊന്നും സംഭവിക്കാതെ പോയത്. പിണറായി സർക്കാരിന്റെ അറിവില്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നത്. 30 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കണം. കേന്ദ്ര സർക്കാർ ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും ഈ 4.5 കിലോ സ്വർണ്ണക്കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിന്റെ പിന്നില് ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയുന്നു. ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് ആക്കണം. ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇവരത് തള്ളി ഒളിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു. ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത്. എ പത്മകുമാറിന്റെ അറസ്റ്റ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. ദേവസ്വത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ പാർട്ടി ഇടപെടാറില്ല. ശബരിമലയിൽ ശക്തമായ അന്വേഷണം വേണം എന്നും വിജയരാഘവൻ പറഞ്ഞു. അതിൽ CPM പ്രതിരോധത്തിലാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഈ ഇന്നലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അതിലെ പാർട്ടി നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ദേവസ്വം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സംവിധാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഇടപെടാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ്. ശബരിമലയിലുണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. പിന്നെ ഏതന്വേഷണവും നടത്തുക, വേഗത്തിൽ നടത്തുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. തിരക്കടക്കമുള്ള സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. VV വിനോദ് ചേരുന്നു. വിനോദ്,
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടുതൽ നിയന്ത്രണങ്ങൾ ബോർഡ് യോഗമടക്കം ഉള്ളവയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്തരം നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് യോഗത്തിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ചേർന്നിരിക്കുന്നത്? എന്തെല്ലാമാണ് ചർച്ചയായത്? അപർണ, നിലവിലെ ക്രമീകരണങ്ങൾ പര്യാപ്തമാണ് എന്നാണ് യോഗം വിലയിരുത്തിയത്. കാരണം കുറച്ചുകൂടി തീർത്ഥാടകർ എത്തുന്ന സമയമുണ്ടാകും. പക്ഷേ ഇപ്പോൾ തന്നെ ആദ്യത്തെ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്ന കാര്യം തന്നെയാണ് യോഗം വിലയിരുത്തിയത്. മാത്രമല്ല ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചുണ്ട്. ആ ബെഞ്ചും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ദേവസ്വം ബോർഡിന് തീരുമാനിക്കാം എത്ര ഭക്തരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ കയറ്റിവിടണമെന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 70,000 പേരെ വിർച്വൽ ക്യൂവിലൂടെയും 20,000 പേര് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കയറ്റാനാണ്. പക്ഷേ 18-ാം തീയതി ഉണ്ടായ ആ ഒരു ഭക്തജന തിരക്കിനെ തുടർന്നാണ് കോടതി പിന്നീട് 5,000 ആക്കി കുറച്ചത്. കഴിഞ്ഞ ദിവസം കോടതി ഒരു ഉത്തരവിട്ടിരുന്നു. ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇനി ദേവസ്വം ബോർഡിന് കയറ്റിവിടുന്ന ആളുകളുടെ എണ്ണം നിശ്ചയിക്കാമെന്നത്. 1,00,000 പേരെ വരെ കയറ്റിവിടാം എന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് ജയകുമാർ തുടക്കത്തിൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു ഭയപ്പാടുണ്ടാകുമെന്ന്. ഭയപ്പെട്ടു എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ ദിവസവും ഏതാണ്ട് 80,000-ന് മുകളിലായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. ഇന്നിപ്പോൾ 12 മണിവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 44,000 പേർ മല ചവിട്ടിയിട്ടുണ്ട്. രാത്രി 11-ന് നട അടയ്ക്കുന്ന സമയമാകുമ്പോൾ ഇതും 80,000-ന് മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ സുഗമമായ ദർശനം സാധ്യമാകുന്ന നിലയിൽ തന്നെയാണ്. 1,00,000 പേരെ വരെ കടത്തിവിടാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. RIFന്റെ 140 അംഗ സംഘം ഇവിടേക്ക് ഇപ്പോൾ എത്തി. അവർ ചുമതലയേറ്റിട്ടുണ്ട്. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ NDRFന്റെ 2 സംഘങ്ങൾ എത്തിയിരുന്നു. കേരള പോലീസ് മാത്രമല്ല, കേന്ദ്രസേനകൾ കൂടി വരുമ്പോഴാണ് കാര്യങ്ങൾ ഇവിടെ കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകുന്നത്. RIFന്റെ സംഘം ഇന്നാണ് ചുമതല ഏറ്റെടുത്തത്. 140 പേരാണുള്ളത്. അവർ സോപാനത്തിലും അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് താഴെയുമായി തിരക്ക് നിയന്ത്രിക്കും. ആവശ്യമെങ്കിൽ പമ്പ വരെ നീളുന്ന വിവിധ പ്രദേശങ്ങളിൽ ഈ 140 അംഗ സേനാ വിഭാഗത്തെ വിന്യസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പോലീസിൻ്റെ കമാൻഡോ, സാധാരണ പോലീസുകാരെ കൂടാതെ കമാൻഡോ വിഭാഗം കൂടി ഈ സേവനത്തിൻ്റെ ഭാഗമായുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ആൾത്തിരക്കിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. നിലയ്ക്കൽ നേരത്തെ തന്നെ ബേസ് ക്യാമ്പാക്കി മാറ്റിയിരുന്നു. അവിടെയും ആളുകൾക്കുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 കേന്ദ്രങ്ങൾ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി പുതുതായി അവിടെ തുറക്കുകയും ചെയ്തു. പമ്പയിലെത്തിയാൽ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ സന്നിധാനത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. അതുകൊണ്ട് പമ്പയിലേക്ക് കൂടുതൽ കടത്തിവിടാതെ നിലയ്ക്കലിൽ അവരെ കേന്ദ്രീകരിക്കുക എന്നതാണ്. അതിനിപ്പോൾ അവിടെയും വലിയ തിരക്കില്ലാത്ത നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ഗൗരവമായി കാണുന്നതാണ് ഈ സന്നിധാനത്തെത്തുന്ന ആളുകൾ അയ്യപ്പ ദർശനം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് മടങ്ങുന്നില്ല എന്ന ഒരു കാര്യം. ഇവിടെ വിരികളിൽ അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. അത് വീണ്ടും ദർശനം നേടുന്നതിന് വേണ്ടിയാണ്. 4 തവണ വരെ ശ്രീകോവിലിന് മുന്നിലെത്തി അയ്യപ്പനെ കണ്ട ആളുകളുണ്ട്, ഭക്തരുണ്ട്. അവരെ ഇങ്ങനെ തുടരുമ്പോൾ വളരെ ചെറിയ സ്ഥലമാണ് മുകളിൽ. ഇവർ ഇറങ്ങാതിരിക്കുകയും താഴെ നിന്ന് കൂടുതൽ ആളുകൾ എത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ആൾക്കൂട്ടം ഉണ്ടാകുന്നത്. അതിനൊരു കാരണം ഇതാണ്. അപ്പോൾ ഈ വിരികൾ എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന ഭക്തർ വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ടെൻറ്റുകളാണ്. അത് കരാറുകാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കരാറുകാർക്ക് നിർദ്ദേശം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അങ്ങനെ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അവർക്ക് ഈ അഭിഷേകം ചെയ്യുന്നതിനുള്ളൊരു സമയം, അതിനുശേഷം പ്രസാദം വാങ്ങുന്നതിനുള്ളൊരു സമയം, അപ്പവും അരവണയും വാങ്ങാൻ ഒരു നിശ്ചിത സമയം, രാവിലെ അഭിഷേകം നടത്തിയാൽ ഒരു 4 മണിക്കൂർ കൊണ്ട് അവർക്ക് ഇവിടുത്തെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയും. അതിനുശേഷം മലയിറങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ പമ്പയിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് എളുപ്പത്തിൽ സന്നിധാനത്തെത്താൻ കഴിയും. ഇവിടുത്തെ തിരക്കൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നത്തെ യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൂടാതെ ADGP S ശ്രീജിത്ത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ ഒരു വലിയ സേവനമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. വി വിനോദ് വിവരങ്ങൾ നൽകിയത്. തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോഴുള്ള സജ്ജീകരണങ്ങൾ പര്യാപ്തമാണെന്ന് കൂടിയാണ് യോഗം വിലയിരുത്തിയത്. കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. എറണാകുളം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോന്തുരുത്തി സ്വദേശി ജോർജ് പിടിയിലായി. സാമ്പത്തിക തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് സംശയം. ഇന്ന് രാവിലെ 6:20 തേവര കോന്തുരുത്തിയിൽ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മസേനാംഗം കണ്ട കാഴ്ച ഇതാണ്. വീട്ടുടമ ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ചോരയിൽ കുളിച്ച് അർദ്ധനഗ്നയായി ചാക്കുകൊണ്ട് മൂടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം. തൊട്ടടുത്ത്
ജോർജ് അബോധാവസ്ഥയിൽ മതിലിൽ ചാരിയിരിക്കുന്നു. രാവിലെ ഒരു 6 മണിക്ക് മറ്റേ നമ്മുടെ മണിച്ചേച്ചി ഉണ്ട്, അതായത് ഹരിതകർമ്മസേനയിലെ വേസ്റ്റ് എടുക്കാവുന്ന ചേച്ചിയാണ്. ആ ചേച്ചി ഈ സംഭവം കണ്ടിട്ട് കൌൺസിലറെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പെൻസി ചേച്ചി കൌൺസിലർ ഇവിടെ സ്പോട്ടിലൂടെ എത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് സിനീഷനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കോൺടാക്ട് ആയി ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായുള്ളൂ. ഞാനും പെൻസി ചേച്ചി. പിന്നെ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസുകാർ വന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചാരിയിരിക്കുന്നു. ബോഡി അവിടെ ഹാഫ് നേക്കഡായിട്ട് ചാക്ക് കയറ്റിയ രീതിയിൽ ഇങ്ങനെ കിടക്കുന്നു. പുള്ളി അവിടെ മതിൽ ചാരിന്ന് ഉറങ്ങണമായിരുന്നു. 7 മണിക്ക് പോലീസിൽ വിവരമെത്തി. അതോടെ പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ നാട്ടുകാർ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത് ഓർത്തെടുക്കുകയാണ്. പോലീസുകാർ വന്നു. വേഗം പോലീസ് അപ്പം തന്നെ പുള്ളിനെ കസ്റ്റഡിയിലെടുത്തു, എഴുന്നേപ്പിച്ചു, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നെ ബാക്കി അത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കും. ഞങ്ങൾ ഇൻക്വസ്റ്റ് ചെയ്യാൻ കയറി കണ്ടു. ഏകദേശം 45-50 പ്രായമുള്ളൊരു സ്ത്രീയാണ്. തലയിലൊക്കെ നല്ല മുറിവുണ്ട്, ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ നല്ല മുറിവുണ്ട്. പുള്ളി ബെഡ്റൂമിൽ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവന്ന പാടുകളുണ്ടെന്നാണ് പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്. വലിച്ച് ഇവിടം വരെ കൊണ്ടുവന്നപ്പോഴേക്കും പുള്ളി മധ്യലവരിൽ ടയർഡായി ഇരുന്ന് പോയി. അതുകൊണ്ട് പുള്ളിനെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട്, കാരണം അല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടാലും അന്വേഷണം മിസ്ലീഡായി പോകാൻ. പോലീസുകാർ പിന്നെ പെട്ടെന്ന് എല്ലാവരും ഒരു സ്പോട്ടിലെത്തി വേഗം എല്ലാം ചെക്ക് ചെയ്തു, നല്ല രീതിയിൽ സഹകരിച്ചു. ഇന്നലെ രാത്രി ഭാര്യയും മകളും ഇടുക്കിയിൽ പോയ സമയത്താണ് ജോർജ് ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ലൈംഗിക തൊഴിലാളിയാണ്. വീട്ടിലെത്തിയ ശേഷം ഇവർ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോർജ് കയ്യിൽ കിട്ടിയ കമ്പിപ്പാരയെടുത്ത് സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് തെളിവടക്കം പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ജോർജ് കുറ്റം സമ്മതിച്ചു. കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഭാഗം ഇന്നലെ വൈകുന്നേരം 10 മണിയോടെ അനുബന്ധിച്ച് ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്തുനിന്ന് ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരില്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ആ തർക്കം കൂടുതൽ തർക്കത്തിലേക്ക് കലാശിക്കുകയും ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കോന്തുരുത്തി പള്ളിക്ക് സമീപമുള്ള ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കിടന്നത്. മൃതദേഹം മറവ് ചെയ്യാൻ രാത്രിയിൽ സുഹൃത്തുക്കളെ സഹായത്തിന് സമീപിക്കുകയും അതുപോലെ ചാക്ക് വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തിന്റെ കടയിലെത്തുകയും ചെയ്തിരുന്നുവെന്നും നാട്ടുകാർ ബോധ്യപ്പെടുത്തുന്നു. വെളുപ്പിനെ പുള്ളി ഒരു 4:30 ഇവിടെ കൂടി നടക്കണ്ടായിരുന്നു. അതായത് ഒരു ചാക്ക് വേണം, വീട്ടിൽ പട്ടി ചത്തിട്ടുണ്ട്, അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ചാക്ക് വേണമെന്ന് അന്വേഷിച്ച് നടക്കണമായിരുന്നു. അങ്ങനെ പുള്ളി കുറെ നേരം നടന്ന് അവിടെ ഇവിടെ കടന്ന അവസാനം ഇവിടെ വെളുപ്പിനെ അപ്പം വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ കട നേരത്തെ തുറക്കും. അവിടെ ചെന്ന് 2 ചാക്ക് വേണമെന്ന് പറഞ്ഞു. ഇത് തന്നെ ആയിരിക്കും പറഞ്ഞേക്കണത്. കള്ളത്തരം പറഞ്ഞു മറ്റേ പട്ടി ചത്തെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആ കച്ചവടത്തിന്റെ തിരയിൽ പുള്ളി പരിചയക്കാരനായതുകൊണ്ട് ചാക്കെടുത്ത് പുള്ളി കൊടുത്ത് പുള്ളിയായിട്ട് ഈ സംഭവം അറിഞ്ഞ് പുള്ളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നു പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്റെ കട ചാക്ക് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. 63-കാരനായ ഹോം നഴ്സായ ജോർജ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ലെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അബോധാവസ്ഥയിൽ മൃതദേഹത്തിന് അടുത്ത് ഇരുന്നു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായതുകൊണ്ടാണ് പോലീസിന് അധികം ബുദ്ധിമുട്ടാതെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. അല്പസമയത്തിനകം തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് നടക്കും. 12 കോടി രൂപയാണ് പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നറുക്കെടുപ്പ് ചടങ്ങ് ഉണ്ടായിരിക്കുകയില്ല. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ചേരുന്നു. അരുൺ, നറുക്കെടുപ്പ് ചടങ്ങില്ലാതെ ഏത് തരത്തിലാണ് വിജയെ പ്രഖ്യാപിക്കുന്നതിലേക്ക് കടക്കുക? എന്തായിരിക്കും വ്യത്യാസം? 40 ലക്ഷം ടിക്കറ്റുകളാണ് പൂജാ ബമ്പറിന് അച്ചടിച്ചത്. അത് ഏറിയ പങ്കും വിറ്റുതീർന്നുവെന്നാണ് ലോട്ടറി വകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. എല്ലാ കടകളിലും അല്പസമയം മുമ്പ് വരെ വലിയ തിരക്കായിരുന്നു. ഇനി 45 മിനിറ്റ് മാത്രമാണ് ഉള്ളത് ലോട്ടറി നറുക്കെടുപ്പിന്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലനിൽക്കൊണ്ട് തന്നെ സാധാരണഗതിയിൽ മന്ത്രിമാരൊക്കെ ഉൾപ്പെടെ വന്നുള്ള നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല, ഉദ്ഘാടന ചടങ്ങൊന്നും ഉണ്ടാകില്ല. അല്ല, നേരിട്ട് നറുക്കെടുപ്പിലേക്ക് പോവുകയായിരിക്കും. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സ്ഥിരമായ ലോട്ടറി എടുക്കുന്നവരും കച്ചവടക്കാരും ഒക്കെ ഈ ബമ്പറിനെയും കാണുന്നത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കുമുണ്ട്. മൂന്നാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക് ലഭിക്കും. നാലാം സമ്മാനം 3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 5 പരമ്പരകൾക്കും ലഭിക്കും. കൂടാതെ 5000
500, 300 രൂപയുടെ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഭാഗ്യ അന്വേഷികൾ ഈ പൂജാ ബമ്പറിനെയും കാണുന്നത്. ഓണം ബമ്പർ പോലെ അത്രയധികം ജനപ്രിയമല്ലെങ്കിൽ കൂടിയും 40 ലക്ഷത്തോളം ടിക്കറ്റുകൾ അച്ചടിച്ച അത് ഏറെക്കുറെ അത്രയും വിറ്റഴിഞ്ഞ വലിയൊരു ബമ്പർ നറുക്കെടുപ്പാണ് മിനിറ്റുകൾക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. അപർണ. റൈറ്റ്. വിവി അരുൺ വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ അറിയാം ആരായിരിക്കും ആ ഭാഗ്യശാലി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പരാതിയുമായി LDF-ഉം UDF-ഉം 1 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ BLO-മാർക്ക് കഴിഞ്ഞില്ല എന്ന് CPM കുറ്റപ്പെടുത്തിയപ്പോൾ ആയിരങ്ങൾ പുറത്താകുമെന്ന ആശങ്ക കോൺഗ്രസ് പങ്കുവച്ചു. എല്ലാം സുതാര്യമായാണ് നടക്കുന്നതെന്നും BLO-മാർക്ക് സംരക്ഷണം നൽകണമെന്നും BJP ആവശ്യപ്പെട്ടു. എന്നാൽ ഫോം പൂരിപ്പിച്ച് നൽകുന്ന എല്ലാവരെയും കരട് വോട്ടർ പട്ടികയിൽ കൊണ്ടുവരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകൾക്കും അവസരമുണ്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. SIR-യുടെ ഉദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് 27 ഒക്ടോബർ 2025 നമുക്ക് ആ സമയത്ത് 2.78 കോടി വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവർക്കും നമ്മൾ എനുമറേഷൻ ഫോം കൊടുക്കുന്നു. പൂരിപ്പിച്ച് നൽകുന്ന എല്ലാ ആൾക്കാരെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമ്മൾ 9th ഡിസംബർ പ്രസിദ്ധീകരിക്കുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിലെ ഈ ഫോം ഫിൽ ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ആൾ സൈൻ ചെയ്തിട്ട് തിരിച്ചു തരുവാണെങ്കിൽ ആ ലിസ്റ്റിലെ നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിലെ അത് നമ്മൾ ഉൾപ്പെടുത്തും. 9th കാണിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും 18 പൂർത്തിയായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടിച്ചേർക്കാം. നമ്മുടെ ഇലക്ഷൻ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ ഓഫ് ദ അസംബ്ലി അത് എപ്പോഴാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതുവരെ കൂട്ടിച്ചേർക്കാം. ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. അത് നിലവിലുള്ള സംവിധാനമാണ്, അത് തുടരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. തിങ്കളാഴ്ച വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. സംസ്ഥാനത്ത് ആകെ 1,64,427 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചത് മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്. 1,08,580 സ്ഥാനാർത്ഥികളാണ് ഇപ്പോഴുള്ളത്. പത്തനംതിട്ട കവിയൂരിൽ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനാകാത്തതിൽ വിവാദം. സ്ഥാനാർത്ഥിക്കായി നേതാക്കൾ പൂരിപ്പിച്ച് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ ചേർത്തതാണ് കാരണം. ഇതോടെ പ്രചാരണം തുടങ്ങിയ UDF സ്ഥാനാർത്ഥി രാജ്കുമാറിന് പത്രിക നൽകാനായില്ല. കവിയൂർ പഞ്ചായത്ത് 12ാം വാർഡിൽ ഇതോടെ UDF-ന് സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യമായി. എന്നാൽ BJP-യെ സഹായിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ കാലുവാരിയെന്നാണ് ആക്ഷേപം. ഇതിന്റെ ശബ്ദരേഖയും പുറത്തുവന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽ കിഫിൽ. ചില നേതാക്കൾ ഫ്യൂഡൽ മാടമ്പികളെന്നാണ് വിമർശനം. അടികൊണ്ടവർക്കും ജയിലിൽ കിടന്നവർക്കും സീറ്റില്ല. 20-30 വർഷം മത്സരിച്ചവർക്ക് തന്നെ വീണ്ടും സീറ്റ് കൊടുക്കാൻ നേതൃത്വത്തിന് മടിയില്ല. മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുന്നവരെ എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കുമെന്നും ദുൽ കിഫിൽ കുറ്റപ്പെടുത്തി. VM വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിലും വിമർശനമുണ്ട്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് പക്വതയാണെന്നും സ്കൂൾ തെരഞ്ഞെടുപ്പിൽ KSU പ്രവർത്തകർ ഇതിനേക്കാൾ ജാഗ്രത കാണിക്കുമെന്നും ദുൽ കിഫിൽ പരിഹസിച്ചു. പെരമ്പറ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച ജയിലിലായിരുന്ന ദുൽ കിഫിൽ കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പിന്തുണ UDF-ന് ആവർത്തിച്ച തൃണമൂൽ നേതാവ് PV അൻവർ. ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരങ്ങളുണ്ടെന്നും അതെല്ലാം UDF-ന് ജയിക്കാൻ പറ്റാത്ത ഇടങ്ങളെന്നാണ് വിശദീകരണം. UDF പ്രവേശനത്തിന് സംസ്ഥാന നേതൃത്വം പലവട്ടം ഇടപെട്ടിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലയിലെ പ്രാദേശിക ഇടപെടലാണ് തടസ്സമെന്നും അൻവർ പറഞ്ഞു. സന്ദീപ് വാര്യർക്ക് കിട്ടിയ പരിഗണനയുടെ പകുതിയെങ്കിലും കിട്ടണമെന്നും അൻവർ പ്രതികരിച്ചു. നിരുപാധിക പിന്തുണ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ UDF-ന് കൊടുത്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും UDF-ന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. ഇല്ല, നമ്മൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും UDF-ന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് 99%. അത് UDF-ന് ഗുണകരമാകുകയാണ്, ഒരിക്കലും അത് ദോഷകരമാകുന്നില്ല. അല്ല, അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ച് പോകണമെന്ന് പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ മലപ്പുറത്തെ ചില പ്രാദേശിക
വിഷയങ്ങളുടെ പേരിലാണ് ഇത് തട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നേതൃത്വം ചർച്ച ചെയ്തതിന് മുകളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി. ഇ കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത്. സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവ് N ശിവരാജനും പോസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. C കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷൻ എന്ന കാരണത്താലാണ് പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടാണ് കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പാലക്കാട് C കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്ത് നിന്ന് കൃഷ്ണദാസിനും സ്മിതേഷിനും മാത്രമാണ് സീറ്റ് ലഭിച്ചത്. പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണിയിൽ തർക്കം തീരുന്നില്ല. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് CPI. ചിറ്റൂർ, തത്തമംഗലം നഗരസഭ, മണ്ണൂർ, മേലാർകോട്, തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കുക. ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിൽ 2 വാർഡുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ചിറ്റൂരിൽ 2 ബ്ലോക്ക് ഡിവിഷനുകളും സ്ഥാനാർത്ഥികളെ നിർത്തി. മണ്ണൂർ പഞ്ചായത്തിൽ 5 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനാണ് തീരുമാനം. തൃത്താല മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും CPI മത്സരത്തിനുണ്ട്. മേലാർകോട് CPM സ്ഥാനാർത്ഥിക്കെതിരെ CPI ലോക്കൽ സെക്രട്ടറി S ഷൌക്കത്ത് അലി മത്സരിക്കും. മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും പലയിടത്തും മുൻപ് മത്സരിച്ച സീറ്റുകൾ പോലും നിഷേധിച്ചതായും CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് പ്രതികരിച്ചു. അവസാനം വരെ വന്നു, പക്ഷെ ഒരു വാർഡിൻ ബഹുഭൂരിപക്ഷ മണ്ഡലത്തിലും മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 3 മണ്ഡലത്തിൽ ചിറ്റൂരെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ വളരെ വികാരഭരിതമായിട്ടാണ് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചത്. ആ മര്യാദ പാലിക്കേണ്ട അവിടെ മറ്റൊരു ഘടകകക്ഷിയും കൂടി ഉള്ളത് കൊണ്ട് അതുകൂടി അവർ കൂടി അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ മര്യാദ ചിറ്റൂർ പാലിച്ചില്ല എന്നുള്ളത് കൂടി അറിയിക്കണം. മറ്റൊന്ന് മണ്ണൂരാണ്. പാലക്കാട് മണ്ഡലത്തിൽ മണ്ണൂർ പഞ്ചായത്തിൽ മാത്രമാണ് അത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് വളരെ ഐക്യത്തോടുകൂടി ഏറ്റവും അവസാനം വരെ വന്നു. പക്ഷെ ഒരു വാർഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയുമില്ല എന്ന് UDF നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ പ്രസംഗിച്ച നേതാക്കളിൽ ഒരാൾ വെൽഫെയർ പാർട്ടി നേതാവ് KC അസ്ലമാണ്. PK ബഷീർ MLA, കോൺഗ്രസ് നേതാവ് വിദ്യാ ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് അസ്ലം വേദി പങ്കിട്ടത്. വെൽഫെയർ പാർട്ടി UDF കൂട്ടുകെട്ടിൽ മുന്നറിയിപ്പുമായി സമസ്ത രംഗത്ത് വന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം മലബാറിലെ പലയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് വെൽഫെയർ പാർട്ടിയും UDFും പരസ്പരം സഹകരിക്കുന്നത്. എന്നാൽ പരസ്യമായോ രഹസ്യമായോ വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് UDF നേതൃത്വവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും പ്രതികരിക്കുന്നത്. പക്ഷേ മുക്കത്തിനടുത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് UDF നേതാക്കൾ എത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവരുടെ പ്രചരണ സാമഗ്രികളിലടക്കം UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് രേഖപ്പെടുത്തിയാണ് പ്രചാരണം നടക്കുകയും ചെയ്യുന്നത്. ഇതിനു പിന്നാലെയാണ് കൊടിയത്തൂരിൽ നടന്ന UDF പഞ്ചായത്ത് കൺവെൻഷനിൽ KC അസ്ലം എന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പങ്കെടുക്കുകയും ചെയ്ത് KPCC നേതാവ് വിദ്യാ ബാലകൃഷ്ണനും PK ബഷീർ MLAയും അടക്കമുള്ള UDFിലെ പ്രമുഖർ കൂടി പങ്കെടുത്ത വേദിയിലായിരുന്നു KC അസ്ലം പങ്കെടുത്ത് പ്രസംഗിച്ചത്. ഈ ഇരിക്കുന്ന 19 ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് നമുക്ക് ഈ സമൂഹത്തോട് ഉറക്കെ പറയാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഭരണ നേട്ടങ്ങൾ മാത്രം മതി ഈ 19 ആളുകൾക്കും വിജയിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 16-ൽ 14 നമ്മൾ വിജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം 19-ൽ 19 വിജയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരണം. അതിനിടെ വെൽഫെയർ പാർട്ടി UDF കൂട്ടുകെട്ടിനെതിരെ സമസ്ത നേതാവ് രംഗത്തെത്തുകയും ചെയ്തു. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി അകലം പാലിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയത്. അവർ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കും, അതിനെ ലീഗ് പ്രതിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റു നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയത് സമസ്തയാണ്. എവിടെയുള്ളത് ഭൂമിയിൽ അവര്? പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? എവിടെയില്ല. ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും. നുഴഞ്ഞു കയറിയാൽ സമസ്ത തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും? അവർ വൻചതിൽ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
കൊടിയത്തൂരിനൊപ്പം ജില്ലയുടെ മറ്റ് ഇടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. പലയിടങ്ങളിലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ധാരണ UDFും വെൽഫെയറുമായി ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഇപ്പോഴും ധാരണയിലെത്താൻ കഴിയാതെ ഇരിക്കുന്നു. അത്തരം ഇടങ്ങളിൽ രണ്ട് മുന്നണിയിലെയും അല്ലെങ്കിൽ രണ്ട് പാർട്ടികളിലെയും ആളുകൾ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയത്തും ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന നിമിഷം പിൻവലിച്ച ശേഷം വീണ്ടും ധാരണയിലേക്ക് കടക്കുമെന്നുമാണ് വിവരം ലഭിക്കുന്നത്. VM വിനു പിന്മാറിയതോടെ PM നിയാസ് കോഴിക്കോട് കോർപ്പറേഷനിലെ UDFിന്റെ മേയർ സ്ഥാനാർത്ഥി. KPCC സെക്രട്ടറിയായ നിയാസ് മുൻപ് 2 തവണ കൌൺസിലറായിട്ടുണ്ട്. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കോഴിക്കോട്ടെ ഇടതുകോട്ട തകർത്ത് UDF കോർപ്പറേഷൻ പിടിക്കുമെന്ന് നിയാസ് ന്യൂസ് 18 പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ UDFിന്റെ നായകൻ, കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി, KPCC സെക്രട്ടറി PM നിയാസ്, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രചാരണത്തിലേക്ക് തന്നെ നീങ്ങുന്നു. എങ്ങനെയാണ് UDFിന്റെ സാധ്യതകൾ കോഴിക്കോട് കോർപ്പറേഷൻ? കോഴിക്കോട് ജനങ്ങളേറെ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നത് LDFിന്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കണമെന്നുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തിൽ പഠിച്ചു വരുന്ന മുഴുവൻ ആളുകളും ഒന്നുകിൽ പഠിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയോ മറ്റു നഗരങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരും ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലുമൊക്കെ ആളുകൾ ജോലി തേടി പോകുന്ന സാഹചര്യം. IT മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ ഈ നഗരത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് നഗരം ഒരു വ്യവസായ നഗരത്തിനപ്പുറമായും ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ IT മേഖലകളിലെ ഒക്കെ പ്രവർത്തിക്കുന്നവരെ പിടിച്ചു നിർത്തി ഈ നഗരം വികസിപ്പിക്കുക എന്നതാണ് UDF ഏറ്റവും ലക്ഷ്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തന പരിപാടികൾ ഞങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ നൂതനമായ ഒരു നഗര വികസനത്തിൻ്റെ പുതിയ മന്ത്രം രചിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ജനങ്ങൾ അതും ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. UDFന് വലിയ ഒരു അടിയൊഴുക്കാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPMലെ നേതാക്കന്മാർ മാത്രം തടിച്ചു കൊഴുത്ത് മുന്നോട്ട് പോവുകയും പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി മാറുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്നലെ പോയ എൻ്റെ ഈ വാർഡിൽ ഒരു ഷീറ്റിൽ മറച്ചു കിടക്കുന്ന 4-5 വീടുകൾ ഞാൻ ഇന്നലെ പോയി. എല്ലാ അതിദാരിദ്ര്യം മാറ്റി എന്ന് പറയുന്ന കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾക്ക് ഇപ്പം അറിയാം, നമ്മുടെ ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് അവിടെ കിടക്കുന്ന ആളുകൾ. അപ്പോൾ എല്ലാം ഇത് IT മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെന്ന് പറയുന്ന വികസനമെല്ലാം ഇത് പൊയ് വാക്കുകളും പൊയ് മുഖങ്ങളുമാണ്. യഥാർത്ഥ മുഖങ്ങൾ വേദനിപ്പിക്കുന്നതാണ്, വിഷമിക്കുന്നതാണ്. അവരുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ മാറ്റുവാൻ പറപ്പടിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് നടത്താറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിനു മുമ്പുള്ള ജനപ്രതിനിധികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയും ഈ ഇവിടുത്തെ ജനങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി കോഴിക്കോട് നഗരം കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഹബ്ബായി, തൊഴിൽ നടത്തുന്ന ആളുകളുടെ ഹബ്ബാക്കി മാറ്റിയെടുക്കാനും അവരുടെ പ്രയാസങ്ങൾക്ക് ദുരിതങ്ങൾക്കുമൊക്കെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യമാണ് UDF ഏറ്റെടുത്തത്. കോഴിക്കോടിനെ നയിക്കുക, UDFിനെ നയിക്കുക താങ്കളാണെന്ന് പാർട്ടി നിലവിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളും താങ്കൾ തന്നെയാണ്. അങ്ങനൊരു നിയോഗത്തെ ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ എങ്ങനെയാണ്? ഞാൻ അക്കാര്യത്തിലൊന്നും അത്ര വലിയ അമിത ആവേശമോ അമിത ആഹ്ലാദമോ എനിക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുകയുമില്ല. എൻ്റെ രീതിയും അതല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒരിക്കലും വരില്ല എന്ന് എല്ലാ യോഗങ്ങളിലും കൃത്യമായി പറയുകയും നേതാക്കന്മാരോട് വളരെ വ്യക്തമായി അപേക്ഷിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് നഗരത്തെ ലീഡ് ചെയ്യണമെങ്കിൽ ഒരു മുഖം വേണമെന്നതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കുന്ന ഏത് ഉത്തരവാദിത്വം അത് പാർട്ടിക്ക് എന്നിൽ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ എന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം മേയർ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും ഏത് ഉത്തരവാദിത്വം വന്നാലും കോഴിക്കോട് നഗരവാസികൾക്ക് വേണ്ടി ഞാൻ അത് UDFന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു ടീം UDF ആണ് ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ടീം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. ജനതാല്പര്യമാണ് ഞങ്ങൾക്ക് പ്രധാനം. അഴിമതി തുടച്ചു നിൽക്കുക എന്നത് നമ്മുടെ പൊതു വിഷയമായി ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അഴിമതിരഹിതമായ ജനതാല്പര്യം അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുമായി കോഴിക്കോട് നഗരം മാറ്റിയെടുക്കും. മുഖച്ഛായ തന്നെ ഞങ്ങൾ മാറ്റും. കോഴിക്കോട്
കേരളത്തിലെ ഏറ്റവും നല്ല കോർപ്പറേഷനായി ജനങ്ങൾക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പരിപാടികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് താമസമേന ഞങ്ങളത് ജനങ്ങൾക്ക് മുമ്പാകെ എത്തിക്കും. ഈ കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി CPM തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവർക്ക് തനിച്ച് പോലും ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ കോഴിക്കോട് പിടിച്ചാൽ കേരളം പിടിക്കാം എന്ന രീതിയിലാണ് നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് അടക്കം വരാൻ പോകുന്നു. അതിൽ കോഴിക്കോട്ടെ വിജയം ഒരു നിർണായക ഘടകമാവില്ലേ? ഈ കോഴിക്കോട്ടെ ഇടതുകോട്ട പൊളിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതേ ജനങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ കഴിഞ്ഞ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് 70,000 ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നത് പാർലമെന്റിൽ. അതേ ജനങ്ങൾ തന്നെയാണ് ഇവിടെ, മറ്റാരും ജനങ്ങൾ വരുന്നില്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് മാറി ചിന്തിക്കാൻ കഴിയുന്ന നഗരമാണ് കോഴിക്കോട്. ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് പ്രയാസങ്ങളും വെല്ലുവിളികളുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കത് ക്യാഷ് ചെയ്യാൻ പറ്റാറ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് റിബൽ ശല്യവും അതുപോലെ മറ്റ് പ്രയാസങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായി. ഇത്തവണ നിങ്ങൾക്കറിയാമല്ലോ, വളരെ അപൂർവമായ ഒരു 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറിയ വിഷയങ്ങളുള്ളത്. അതും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും ഒക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. എന്തിനു വേണ്ടിയെന്നറിയാം, ഞങ്ങൾക്ക് ഭരണം കിട്ടാനില്ല. ഈ ദുർഭരണം ജനങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഭരണത്തെ എതിരായുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ലാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 35 കൊല്ലത്തോളം ഭരിച്ച കൽക്കട്ടയിൽ, ബംഗാളിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു? ത്രിപുരയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു? ഏറ്റവും കൂടുതൽ തെലങ്കാനയിൽ എന്തായിരുന്നു അവസ്ഥ? ആരെങ്കിലും പ്രതീക്ഷിച്ചു കോൺഗ്രസ് തിരിച്ചു വരുമെന്ന്? അതും അവിടെ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാക്കിയതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന പാർട്ടിയാണ് നമ്മൾ തോൽപ്പിച്ചത്, അല്ലേ? അത്രയേറെ റൂട്ടായിട്ടുള്ള ജനബന്ധമുള്ള സ്ഥലങ്ങളിലാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിന്നാൽ അത് വിജയിക്കുക തന്നെ. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നിങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞു, നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്നെ അത് പറയും. എന്തായാലും ത്രിപുരയെ പോലെ ബംഗാളിലെ പോലെ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് കോഴിക്കോട്ടേക്ക് എത്തും. ആ കൊടുങ്കാറ്റിൽ പിന്നീട് കേരളത്തിന്റെ ഭരണവും പിടിക്കാൻ കോൺഗ്രസിന് കഴിയും, അല്ലെങ്കിൽ UDFന് കഴിയും എന്ന പ്രതീക്ഷയാണ് PM നിയാസ് പങ്കുവയ്ക്കുന്നത്. ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം സഹോദരങ്ങൾ തമ്മിലാണ്. കാര്യം സഹോദരങ്ങളൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ഇല്ലെന്നാണ് ഈ സ്ഥാനാർത്ഥികളുടെ പക്ഷം. കൊക്കയാർ കട്ടപ്ലാക്കൽ അബ്ദുൽ സലാമിന്റെ മക്കളായ അൻസലനയും അയൂബ് ഖാനും വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. വ്യത്യസ്തമായ 2 ആശയങ്ങൾ പേറുന്ന 2 സഹോദരങ്ങൾ. ഒടുവിൽ ജനാധിപത്യത്തിന്റെ ഗോതയിൽ 2 പേർ നേർക്കുനേർ പോരാടുകയാണ്. അയൂബ് ഖാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. അൻസൽന 10ാം വാർഡിലെ CPMന്റെ സിറ്റിംഗ് വാർഡ് മെമ്പറും. വാർഡിൽ നറുക്കെടുപ്പ് നടന്ന ദിവസം തന്നെ കോൺഗ്രസ് അയൂബ് ഖാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അൻസൽനയെ CPM വീണ്ടും മത്സരിക്കാനിറക്കിയതോടെ പ്രചാരണം ചൂടുപിടിച്ചു. രാഷ്ട്രീയം പറഞ്ഞു തന്നെ വോട്ട് നേടാനാണ് ഇരുവരുടെയും തീരുമാനം. വാർഡ് നിലനിർത്താൻ സിറ്റിംഗ് അംഗമായ അൻസലിനെയും വാർഡ് തിരിച്ചുപിടിക്കാൻ അയൂബ് ഖാനും ഇറങ്ങുമ്പോൾ കൊക്കയാർ പഞ്ചായത്തിലെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ പോരാട്ടമായി 10ാം വാർഡ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരും മുറുകുന്നു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദിന്റെ സഹോദരന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. അബ്ദുൾ മജീദ് എന്ന ഭാവിയാണ് വാർഡ് 12ൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലാണ് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മണ്ഡലം കമ്മിറ്റിയുടെയും ചില നേതാക്കളുടെയും ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദിന്റെ പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അബ്ദുൾ മജീദിന്റെ വീട്ടിൽ കൂടിയ യോഗത്തിലാണ് സ്വതന്ത്ര നിലപാടെടുക്കാൻ തീരുമാനം കൈക്കൊണ്ടത്. K മുഹമ്മദിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ മജീദ്. അബ്ദുൾ മജീദ് ഇന്നലെ വരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചുള്ള ധാരണ ലംഘിച്ചതും തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് K മുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലേക്ക് നയിച്ചത്. ന്യൂസ് 18 തൃത്താല. പാലക്കാട് തൃത്താലയിൽ LDFൽ ഭിന്നത. ആനക്കര പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമായി. 5 സ്ഥാനാർത്ഥികൾ വരണാധികാരിക്ക് മുൻപാകെ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ബംഗളം 10ാം വാർഡ് സ്ഥാനാർത്ഥി ശാന്തിനി സിയാണ് എതിരില്ലാതെ ജയിച്ചത്. കണ്ണൂർ ജില്ലയിലെ 6ഇടത്ത് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.
ഒറ്റശേഖരമംഗലം ഡിവിഷനിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടം. ഗുരുവും ശിഷ്യയുമാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. റിപ്പോർട്ട് കാണാം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നാൾക്കുനാൾ ശക്തമാകുമ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഒറ്റശേഖരമംഗലം ഡിവിഷൻ ഏറെ ശ്രദ്ധ നേടുകയാണ്. ഇവിടെ മത്സരിക്കുന്നത് അധ്യാപികയും വിദ്യാർത്ഥിയുമാണ്. ഇതാണ് ഇവിടെ കൗതുകമുണർത്തുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയും ഒപ്പം അധ്യാപിക കൂടിയായ ഒറ്റശേഖരമംഗലം ഡിവിഷനിലെ സ്ഥാനാർത്ഥി വിനീത നമ്മളോടൊപ്പമുണ്ട്. എന്താണ് വിശേഷങ്ങളെന്നും കൗതുകങ്ങളെന്നും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം. ഇപ്പോൾ അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. എങ്ങനെ തോന്നുന്നു ഈ കൗതുകത്തെ? എല്ലാവരും നോക്കിക്കാണുന്നത് പോലെ ഏറെ കൗതുകത്തോടു കൂടിയാണ് ഞാനും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കാരണം UDF കാൻഡിഡേറ്റായ അനിപ്രസാദ് എൻ്റെ ശിഷ്യയാണ്. എന്നിലും അവളിലും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറെ ഭംഗിയോടെ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആനിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. എനിക്കുണ്ടാകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം പെരിങ്ങരവിള ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനിൽ നിന്നും ഞാൻ മത്സരിക്കുന്നത്. ഒറ്റശേഖരമംഗലം ഡിവിഷനിൽ വരുന്ന കള്ളിക്കാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്ന പഞ്ചായത്തും ഞാൻ ജനിച്ചു വളർന്ന പഞ്ചായത്തും അതുപോലെ തന്നെ ആദ്യമായി ഞാനൊരു അധ്യാപിക എന്ന നിലയിൽ ജോയിൻ ചെയ്ത സ്കൂളും ഈ കള്ളിക്കാട് പഞ്ചായത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശിഷ്യ സമ്പത്തും എൻ്റെ കൂട്ടുകാരും മറ്റ് രക്ഷകർത്താക്കളും എല്ലാവർക്കും സുപരിചിതയാണ് ഞാൻ. ഒറ്റശേഖരമംഗലം ജില്ലാ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ആനി പ്രസാദാണ്. നിലവിൽ പെരിങ്ങരവിള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുശിഷ്യ മത്സരത്തിൽ ശിഷ്യയാണ് ഈ പറയുന്ന അനിപ്രസാദ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അനി, ഗുരുവും ശിഷ്യയും കൂടി തമ്മിലുള്ളൊരു മത്സരം എന്താണ് പറയാറുള്ളത്? ഇപ്പോൾ മത്സരം പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നത് പബ്ലിക്കലി നമുക്കതിനൊരു പ്രാധാന്യം കൽപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ടീച്ചർ എന്നുമുണ്ട്. കാര്യം ഞാൻ 7ാം ക്ലാസ്സിൽ മൈലക്കര സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഹിന്ദി അധ്യാപികയായിരുന്നു എന്നതിലുപരി സമൂഹവുമായിട്ട് ഇടപഴകാൻ എന്നെ പഠിപ്പിച്ചു. അതായത് ഞാൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിലെ ഒരു അംഗമായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഞാൻ മൈലക്കര സ്കൂളിൽ പഠിക്കുമ്പോൾ ഗൈഡിൽ എനിക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്ന ഒരു അധ്യാപിക കൂടെയായിരുന്നു ഇപ്പോഴത്തെ BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ആ ഒരു അധ്യാപിക എന്നുള്ളൊരു സ്നേഹം മനസ്സിലുണ്ടെങ്കിലും അധ്യാപിക അന്ന് പഠിപ്പിച്ചതും സമൂഹത്തിൽ മുന്നേറാനാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ്. തീർച്ചയായിട്ടും ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധിയായിരുന്നപ്പോൾ ഞാൻ ഓടി നടന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. എൻ്റെ വെള്ളറയുടെ ഡിവിഷനിൽ ഒട്ടനവധി ഇലക്ട്രിക് വീൽ ചെയർ ആയാലും 3 വീലറുകൾ വാങ്ങി നൽകിയതായാലും കുട്ടികൾക്ക് പഠനോപകരണം, അത് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് 27ഓളം TV എല്ലാം കളക്ട് ചെയ്തതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം തോട്ടവാരമാണ്. പെരിങ്ങരവിള പഞ്ചായത്തിലെ തോട്ടവാരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്. ഇവിടെ എൻ്റെ അമ്മയുടെ നാടാണിത്. ഇവിടെ വെച്ച് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ തെങ്ങിൽ നിന്ന് വീണ് ഒരു ആക്സിഡൻറ്റ് പറ്റി പൂർണ്ണമായിട്ടും കിടപ്പിലായിപ്പോയി. ഇപ്പോഴും കിടപ്പിലാണ് പപ്പ, 25 വർഷം. അങ്ങനെ ഇവിടുത്തെ വീടൊക്കെ ജപ്തിയായി പോയിട്ടാണ് ഞങ്ങൾ കള്ളിക്കാടോട്ട് താമസം മാറുന്നത്, പപ്പയുടെ നാട്ടിലോട്ട്. അവിടെ പോയപ്പോഴാണ് ആ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ പോകുന്നതും ടീച്ചർ എന്നെ പഠിപ്പിക്കാനിടയായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴും എൻ്റെ 5ാം ക്ലാസ് മുതൽ ഞാൻ മൈക്ക് അനൗൺസർ ആയിട്ടാണ് ഒരു രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നെ അത് നമ്മുടെ ഡോക്ടർ MP ശശി തരൂർ അദ്ദേഹം പാർലമെന്റിൽ മത്സരിച്ച സമയത്ത് 2 തവണ അദ്ദേഹത്തിന്റെ പൈലറ്റ് അനൗൺസറായും 1 തവണ ലാസ്റ്റ് ഈ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ പൈലറ്റ് പ്രാസംഗികയായും തുടർന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ അവസരം കിട്ടി. നിരവധി യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിലും അതോടൊപ്പം തൊഴിൽ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിലുമൊക്കെ സാഹസികമായിട്ടുള്ള സമര പരിപാടികളിൽ ഏർപ്പെടുകയും ഏകദേശം 6 ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ടീച്ചർ അന്ന് എന്താണോ എന്നെ പഠിപ്പിച്ചത്, സ്കൗട്ട് ആൻഡ് ഗൈഡിലൂടെ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണം, അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിച്ചത് എന്താണോ ആ രീതിയിൽ തന്നെ ഞാനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അധ്യാപികയും ശിഷ്യൻ ടീച്ചറിനോട് സ്നേഹം മാത്രം ഒരുപാട് സഹായിച്ചിട്ടുള്ള ടീച്ചറാണ്. പഠന കാലഘട്ടത്തിൽ കഷ്ടപ്പാടുകളിലൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ്. ടീച്ചറിനോട് സ്നേഹം മാത്രം. തീർച്ചയായും ഒറ്റശേഖരമംഗലം ഡിവിഷൻ കാത്തിരിക്കുന്ന ഒരു കൗതുക തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ആര് ജയിക്കുമെന്നുള്ളത് പറയേണ്ടത് ജനങ്ങളാണ്. നമുക്കും കാത്തിരിക്കാം. അരുൺ മോഹൻ, News 18, നെയ്യാറ്റിൻകര.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര നഗരസഭയിലെ കുട്ടപ്പന വാർഡിലെ സ്ഥാനാർത്ഥി യുവ വക്കീലാണ്. കോടതി വ്യവഹാരങ്ങളും ജനസേവനവും തനിക്ക് ഒരേ സമയം വഴങ്ങുമെന്ന് ഒരിക്കൽ തെളിയിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് അനിത. ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് അനിത മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. അത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് അനിത ഇത്തവണ ജനവിധി തേടുന്നത് നെയ്യാറ്റിൻകര നഗരസഭയിലാണ്. കൂട്ടപ്പന വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അനിതയ്ക്ക് കോടതി വ്യവഹാരങ്ങളുടെ തിരക്കും ജനസേവനവും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇതിനോടകം തെളിയിച്ചിരുന്നു. ഇതിലായിട്ട് 11 വർഷമായി. പൊതുപ്രവർത്തന രംഗത്ത് എത്തിയിട്ട് ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആയി. രണ്ടും കൂടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. രണ്ടും അഡ്വക്കേറ്റ് പ്രൊഫഷനായാലും ഏകദേശം ഒരു പൊതുപ്രവർത്തനം പോലെ തന്നെയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ നിയമത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മേഖലയാണ്. അത് തന്നെയാണ് മറ്റ് ഒരു സേവന രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ്. ഇപ്പോൾ പഞ്ചായത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന സമയത്തായാലും ഒരുപാട് പേരുടെ അത് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായാലും ശരി തന്നെയാണ്, വലിയ കാര്യങ്ങളായാലും ശരി തന്നെയാണ്. ആ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് കുപ്പായം എനിക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടിലധികമായി നെയ്യാറ്റിൻകര കോടതിയിലെ സജീവ അഭിഭാഷകയാണ് അനിത. അത്തിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ ഉപാധ്യക്ഷ എന്നതിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വിശ്വാസം തന്നെയാണ് അനിതയെ നെയ്യാറ്റിൻകര നഗരസഭയിലെ സ്ഥാനാർത്ഥിത്വത്തിന് തെരഞ്ഞെടുത്തത്. നിലവിലെ കൂട്ടപ്പന വാർഡിന്റെ BJP കൗൺസിലറായ മഹേഷിന്റെ ഭാര്യ LK സുപ്രിയയാണ് ഇത്തവണ NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി I ബിന്ദുവും മത്സരരംഗത്തുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. എറണാകുളത്ത് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടി SI. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവാണ് CPO സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയത്. CPO സ്പായിൽ വന്നു പോയതിന് പിന്നാലെ മാല നഷ്ടമായെന്ന ജീവനക്കാരുടെ പരാതിയാണ് ബിജു ആയുധമാക്കിയത്. ബിജുവിനെതിരെ പോലീസും കേസെടുത്തു. സ്പായിലെ യുവതിയും അടക്കം 3 പേർ കേസിൽ പ്രതികളാണ്. എറണാകുളം കോസ്റ്റൽ സ്റ്റേഷനിലെ പോലീസുകാരൻ പാലാരിവട്ടത്തെ ഒരു സ്പായിൽ പോയിരുന്നു. സ്പായിൽ നിന്നും മടങ്ങിയ ശേഷം അവിടെയുള്ള ജീവനക്കാരി തന്റെ മാല കാണാതെ പോയെന്നും അത് CPO മോഷ്ടിച്ചു എന്നാരോപിച്ച് ഫോൺ വിളിച്ചു. തുടർന്ന് ജീവനക്കാരി പരാതി നൽകുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബിജു ഇടപെടുകയായിരുന്നു. അവർ ചോദിക്കുന്ന പണം നൽകണമെന്നും വീട്ടിലറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നും SI ബിജു CPOയോട് പറഞ്ഞു. തുടർന്ന് CPOയിൽ നിന്നും 4 ലക്ഷം രൂപയാണ് യുവതിയും SIയും ചേർന്ന് തട്ടിയെടുത്തത്. SIയുടെ നടപടിയിൽ സംശയം തോന്നിയ CPO നടത്തിയ അന്വേഷണത്തിൽ മുൻപും ബിജു ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയെന്ന് മനസ്സിലായി. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ CPO പാലാരിവട്ടം പോലീസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നും പോലീസ് കണ്ടെത്തി. പിന്നാലെ SIക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കേസിൽ സ്പാ നടത്തുന്ന യുവതി അടക്കം 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. SI ബിജുവിനെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും. ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് PV അൻവർ. MLA ആകുന്നതിന് മുൻപ് KFCയിൽ നിന്നെടുത്ത ലോണുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. ഒരേ വസ്തു വെച്ച് 2 ലോൺ എടുത്തു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. എല്ലാവർക്കും 1 ടൈം സെറ്റിൽമെന്റ് നൽകുന്ന KFC തനിക്ക് മാത്രം അനുവദിക്കാത്തത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാകാമെന്നും PV അൻവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് KFCയുമായി ബന്ധപ്പെട്ട് 2015 ഞാൻ MLA ആകുന്നതിന് മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏകദേശം 9.5 കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത്. അതിൽ 6 കോടി രൂപ റീപേയ്മെൻറ്റ് നടത്തിയതാണ്. പക്ഷേ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് റീപേയ്മെൻ്റ് ഒന്നും നടന്നിരുന്നില്ല. എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി രൂപ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കിക്കൊടുക്കും. അല്ല, രാഷ്ട്രീയ ഇപ്പം എല്ലാത്തിലുണ്ടല്ലോ. രാഷ്ട്രീയം തന്നെയാണല്ലോ എല്ലാം.
ദുബായ് എയർ ഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നുണ്ടായ അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തെക്കുറിച്ച് വ്യോമസേനയുടെ അന്വേഷണം തുടരുകയാണ്. ദുരന്തത്തിൽ മരിച്ച വിംഗ് കമാൻഡർ നമൻ ഷാലിന്റെ മൃതദേഹം ഇന്ന് ഡൽഹിയിലെത്തി. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർത്ത് വീഴുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് 2 വട്ടം മറിഞ്ഞു തിരിഞ്ഞതിന് ശേഷം 3-ാം വട്ടവും അതിനുള്ള ശ്രമത്തിനിടയിലാണ് താഴേക്ക് വന്ന് യുദ്ധവിമാനം പതിക്കുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. ഈ അപകടത്തിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇക്കാര്യത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യന്ത്രത്തിൻ്റെ തകരാറാണോ അതല്ല പൈലറ്റിന് സംഭവിച്ച എന്തെങ്കിലും പിഴവാണോ, ഇക്കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നുവെന്ന് കരുതാം. മരിച്ച പൈലറ്റ് നന്മേഷിൻ്റെ മൃതദേഹം ഡൽഹിയിൽ എത്തിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ രാജ്യം പ്രത്യേക ജാഗ്രതയോടുകൂടി തന്നെ അന്വേഷണം നടക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനമാണ് തേജസ്. ഇത് പക്ഷേ 2-ാം വട്ടമാണ് അപകടത്തിൽപ്പെടുന്നത്. നേരത്തെ തന്നെ ഇത് രാജ്യം 2016 മുതൽ തന്നെ ഇത് സേനയുടെ ഭാഗമായിട്ടുണ്ട്. നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ അതിൻ്റെ കാരണം സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ്. ജയ്സാൽമീറിൽ മുമ്പ് ഇതുവരെ സമാനമായ ഒരു എയർ ഷോയ്ക്കിടെ അപകടമുണ്ടായപ്പോൾ അന്ന് പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് പുറത്തു വരാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അൽ മക്തൂം എയർപോർട്ടിന് സമീപത്ത് നടന്ന ഈ അപകടത്തിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും ഇന്നലെ നടന്ന സംഭവത്തെ വിലയിരുത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹെലികോപ്റ്ററുകളും മറ്റ് വിമാനങ്ങളും അടക്കം സൂക്ഷിച്ചിരുന്ന ഇടത്തു നിന്നും 1.5 കിലോമീറ്ററോളം മാറിയാണ് അപകടം സംഭവിക്കുന്നത്. അതായത് വലിയൊരു അപകടം ഒഴിവായി എന്ന് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. അത്തരമൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ അപകടത്തിൽ മരണപ്പെട്ട പൈലറ്റ് അദ്ദേഹം ഇക്കാര്യത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ ആളാണെന്ന് കൂടി വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്നിരുന്ന എയർ ഷോയ്ക്കിടയിൽ ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ എയർ ഷോ കൂടിയാണ് ദുബായ് എയർ ഷോ. അതുകൊണ്ടുകൂടി തന്നെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ വ്യോമസേനയുടെ പ്രകടനം കൂടിയാണ് അവിടെ നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ദാരുണമായി ഈ സംഭവം നടക്കുന്നത്. എന്തായാലും വലിയ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഇതിൻ്റെ അപകട കാരണം വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയെ പ്രശംസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംദാനി ന്യൂയോർക്കിന്റെ നല്ല മേയറായിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിനായിരുന്നു ട്രംപിന്റെ മംദാനി പ്രശംസ. ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു മംദാനി. തെരഞ്ഞെടുപ്പ് വേളയിൽ മംദാനിക്കെതിരെ ട്രംപ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ വിജയിച്ചതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിൽ ട്രംപുമായി മംദാനി കൂടിക്കാഴ്ച നടത്തിയത്. മംദാനിയെ മേയറായി തെരഞ്ഞെടുത്താൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ മംദാനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇതിൽ നിന്നും പിന്നോട്ടു പോകുന്നതായി ട്രംപ് പറഞ്ഞു. താൻ മംദാനിയെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും വേദനിപ്പിക്കാനല്ലെന്നും ട്രംപ് പറഞ്ഞു. മംദാനിക്ക് മികച്ച കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ന്യൂയോർക്ക് സിറ്റിയുടെ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട ആശങ്കകളിലായിരുന്നു ചർച്ച കേന്ദ്രീകരിച്ചതെന്നും മംദാനി പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റി ട്രംപിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും മംദാനി മറുപടി നൽകി. ജീവിത ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്ത നിരവധി ന്യൂയോർക്ക് ജനങ്ങളുണ്ടെന്ന് തനിക്കറിയാം. ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വില ഏർപ്പെടുത്താനുള്ള അജണ്ടയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മംദാനി പറഞ്ഞു. ട്രംപിനെ നേരത്തെ ഫാസിസ്റ്റ് എന്ന് വിളിച്ച മംദാനിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യവും മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ ഈ ചോദ്യത്തിന് മംദാനി മറുപടി പറയാനിരിക്കെ ഇടയിൽ കയറി അത് അങ്ങനെ തന്നെയാണെന്ന് പറയാമെന്ന് ട്രംപ് പറഞ്ഞു. തുടർന്ന് അതേന്നായിരുന്നു മംദാനിയുടെ ഉത്തരം. മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ ഉൾപ്പെടെ വിമർശിച്ച് മംദാനി രംഗത്തെത്തിയിരുന്നു. ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യനും മുസ്ലിം വംശജനുമാണ് മംദാനി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മോദി സ്തുതിയിൽ പരോക്ഷ ന്യായീകരണവുമായി ശശി തരൂർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതുതാൽപര്യത്തിനായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണമെന്നായിരുന്നു തരൂരിന്റെ എക്സിലെ കുറിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ചിത്രം പങ്കുവച്ചാണ് ഈ കുറിപ്പിട്ടത്. ജനാധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പുകളിൽ ആവശ്യത്തോടെ പോരാടുക, അത് കഴിഞ്ഞാൽ രാജ്യ താൽപര്യത്തിനായി സഹകരിക്കുക. ഇന്ത്യയിൽ ഇത് കൂടുതൽ കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിൽ തന്റെ പങ്ക് നിർവഹിക്കാൻ ശ്രമിക്കുന്നതായും തരൂർ എക്സിൽ. കോട്ടയം കറുകശാലയിൽ മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാറ് വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറ്റി. പത്തനംതിട്ട മലപ്പള്ളി സ്വദേശി പ്രിനോ ഫിലിപ്പാണ് അപകടമുണ്ടാക്കിയത്. വയോധിക മാത്രം താമസിക്കുന്ന വീടിന്റെ ഗേറ്റാണ് ഇടിച്ചു തകർത്തത്. വ്യാഴാഴ്ചയായിരുന്നു അപകടം. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇവിടെ വന്നു.
ഇവിടെ വന്ന് ഇവിടെ ഇടിച്ചു തന്നു. ഗോഹട്ടി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഭേദപ്പെട്ട നിലയിൽ. ലഞ്ചിന് പിരിഞ്ഞപ്പോൾ 2 വിക്കറ്റിന് 156 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക ഓപ്പണിംഗ് വിക്കറ്റിൽ 82 റൺസ് നേടി. എയ്ഡൻ മാർട്ടം 38 റൺസും റയാൻ റിക്കൽട്ടൺ 35 റൺസും എടുത്തു. ടെംബ ബാവുമയും ട്രിസ്റ്റൻ സ്റ്റബ്സുമാണ് ക്രീസിൽ. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 205 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 1 വിക്കറ്റ് നഷ്ടത്തിൽ 76 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി പിന്നിട്ട ട്രാവിസ് ഹെഡ് ക്രീസിലുണ്ട്. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 164 റൺസ് എടുത്താണ് പുറത്തായത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്കോട്ട് ബോളണ്ട് 4 വിക്കറ്റും മിച്ചൽ സ്റ്റാർക്കും ഡോഗറ്റും 3 വിക്കറ്റ് വീതവും വീഴ്ത്തി. 37 റൺസ് എടുത്ത ഗസ് ആറ്റ്കിൻസണാണ് ടോപ്പ് സ്കോർ. ഇനി നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,540, പവന് 76,320 രൂപ. വെള്ളി ഗ്രാമിന് 166 രൂപ, കിലോയ്ക്ക് 1,66,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട്ലൈറ്റ്. നമസ്കാരം.